ഇടുക്കി കമ്പംമെട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നേരെ കയ്യേറ്റം. തമിഴ്നാട്ടിൽ നിന്ന് പാസില്ലാതെ വാഹനത്തിന്റെ ഡ്രൈവർ കമ്പം സ്വദേശി അബ്ബാസാണ് ആക്രമണം നടത്തിയത്. അബ്ബാസിനെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുകയാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, ഈ മർദ്ദന കാരണം എന്താണ് രാഹുൽ? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് പാസില്ലാതെ ഈ നിർമ്മാണ സാമഗ്രിയായിട്ട് ഒരു ലോറി കടന്നു വരുന്നത്. കമ്പം സ്വദേശിയായിട്ടുള്ള അബ്ബാസ് ഓടിച്ച വാഹനമാണ് കൊണ്ടുവന്നത്. അത് വാഹന പരിശോധനയുടെ ഭാഗമായിട്ട് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ തടയുന്നു. പാസ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം ഈ ഡ്രൈവർ നടത്തി. അങ്ങനെ ഈ ഡ്രൈവറും CI ഷമീർ ഖാനും തമ്മിലുള്ള വാക്ക് തർക്കത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ സംഘർഷം ഉണ്ടായി, ഉന്തും തള്ളും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുക്കുന്നതിനിടയിൽ ഈ ഷമീർ ഖാന്റെ കൈക്ക് മുറിവേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഷമീർ ഖാൻ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അതിന് പിന്നാലെ നടന്ന സംഭവമാണ് വളരെ പ്രധാനപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവറെ മർദ്ദിച്ചു എന്നാരോപിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള വിവിധ പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത നിലയിലേക്ക് കടന്നു. പിന്നീട് കമ്പത്ത് നിന്ന് തേനി RDOയും അതുപോലെ തന്നെ കട്ടപ്പന DYSPയും ഉൾപ്പെടെ എത്തി നടത്തി ചർച്ചയ്ക്കൊടുവിലാണ് ഒരു സമവായം ഉണ്ടായതും ഈ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഈ അബ്ബാസിനെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം ഉണ്ടായതാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഒരു ഭാഷ്യം. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് കട്ടപ്പന DYSP പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.